രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട്ടിൽ DMK നേതൃത്വം നൽകുന്ന മതനിരപേക്ഷ മുന്നണി ഉറച്ച പ്രതീക്ഷയിലാണ്. പുതുച്ചേരിയിലെ ഒരു സീറ്റടക്കം ഇത്തവണ 40 തൂത്തുവാരും എന്നാണ് DMKയുടെ അവകാശവാദം. NDA വിട്ട അണ്ണാ DMK ഇത്തവണ തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. ചെറുകക്ഷികളെ ഒപ്പം കൂട്ടിയ BJP വോട്ട് ഷെയർ കൂട്ടുന്നതിനൊപ്പം വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളുമുണ്ട് തമിഴ്നാട്ടിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നീട് വന്ന നിയമസഭ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എല്ലാത്തിലും മൃഗീയ ആധിപത്യം പുലർത്താൻ DMK മുന്നണിക്ക് കഴിഞ്ഞു. 2024 ഏറെ പ്രത്യേകതകളുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലേക്ക് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളും നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ഭരണ നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയുമെല്ലാം വലിയ തോതിൽ DMK സഖ്യം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി. 2019 തേനി ഒഴികെയുള്ള മുഴുവൻ സീറ്റുകളും DMK സഖ്യത്തിനായിരുന്നു. ഇത്തവണ തേനി കൂടി വിജയിച്ച സംസ്ഥാനത്ത് സമ്പൂർണ്ണ ആധിപത്യമാണ് DMK സഖ്യം പ്രതീക്ഷിക്കുന്നത്. 2019 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേരിട്ട പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവാണ് അണ്ണാ DMK സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ്. നിലനിൽപ്പിനുള്ള പോരാട്ടമെന്നും പറയാം. BJPയുമായുള്ള സഖ്യം വിട്ട ഇത്തവണ മത്സരത്തിനിറങ്ങുമ്പോൾ ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്ന വലിയ പ്രതീക്ഷയുണ്ട് എടപ്പാടി പഴനിസ്വാമിക്ക്. വിജയകാന്തിന്റെ DMDKയെ ഒപ്പം കൂട്ടാനായത് നേട്ടമായി AIADMK വിലയിരുത്തുന്നു. SDPIക്കും സഖ്യത്തിൽ സീറ്റ് നൽകിയിട്ടുണ്ട്. 2019 ഒരു സീറ്റിൽ നിന്നും മുകളിലേക്ക് എത്ര ലഭിച്ചാലും അണ്ണാ DMKക്ക് അത് വലിയ നേട്ടമാണ്. അണ്ണാ DMK സഖ്യം വിട്ടതോടെ പ്രതിസന്ധിയിലായ BJP ചെറുപാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. പാട്ടാളി മക്കൾ കക്ഷിയെയും തമിഴ് മാനില കോൺഗ്രസിനെയും സഖ്യത്തിലെത്തിക്കാൻ സാധിച്ചത് BJPക്ക് നേട്ടമാണ്. അമ്മ മക്കൾ മുന്നേറ്റക്കഴകവും സഖ്യത്തിനൊപ്പമുണ്ട്. ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി BJPയിൽ ലയിക്കുകയും ചെയ്തു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ DMK സഖ്യത്തിന് ആധിപത്യം ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ അണ്ണാ DMKക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ലെന്നാണ് പ്രവചനം. 1 മുതൽ 3 സീറ്റുകൾ വരെ NDA സഖ്യത്തിന് ലഭിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. 24 ചെന്നൈ.